അമ്മ സംഘടനയിൽ പ്രശ്നങ്ങളുണ്ടായതിന് ശേഷം അൻസിബ കുറേയധികം മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഇൻ്റർവ്യൂവിനൊന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം 2 ഇൻ്റർവ്യൂവോളം അൻസിബ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 2 ഇൻ്റർവ്യൂവിലും അൻസിബ ഉണ്ടെങ്കിൽ അമ്മ താരസംഘടനയിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ചും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന പലരും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് അൻസിബ പറഞ്ഞിട്ടുള്ളത്, അമ്മ താരസംഘടനയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ഒരു അൻസിബയുടെയൊക്കെ താരസംഘടനയായിട്ടുള്ള അമ്മയിൽ ഇഷ്യൂ തുടങ്ങിയത് ആദ്യം തൊട്ടുള്ള, ഇനി കുറേയധികം പേർക്ക് അറിയാത്തവർക്കുണ്ടെങ്കിൽ അത് തൊട്ട് നമ്മൾ ഫസ്റ്റ് തൊട്ട് എന്തൊക്കെയാണ് നടന്നത്, എന്നിട്ട് ഇപ്പം എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് മൊത്തം ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സോ അതിന് മുമ്പുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഹൈപ്പും ചെയ്തേക്കും. എന്നാൽ മാത്രമേ കൂടുതൽ വീഡിയോയിലേക്ക് എത്തത്തുള്ളൂ. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഇതേ കണക്ക് അൻസിബ ഈ ഒരു താരസംഘടനയിലെ ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു പൊസിഷനിൽ നിന്നും രാജിവെക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യമേ അത് നോർമലായ ഒരു രാജിയാണ് എന്നാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അൻസിബ തന്നെ പുറത്ത് പറയുകയുണ്ടായി, തനിക്ക് ഈ ഒരു താരസംഘടനയിൽ ഭയങ്കരമായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം അവിടെ തന്നെ ഉള്ള ഒരു അംഗമായിട്ടുള്ള ടിനി ടോം ആണ് എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളൊരു കാര്യം. ഇതേ കണക്ക് ഈ ഒരു താരസംഘടനയായിട്ടുള്ള അമ്മയിൽ ഏതോ ഒരു ഫംഗ്ഷനൊക്കെ നടത്താതിരുന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സ്പോൺസേഴ്സിനെയൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു ടിനി ടോം ഉണ്ടെങ്കിൽ ഏതോ ഒരു അമ്പലമായിട്ട് ഒരു ടൈപ്പിൽ വരികയും അമ്പലത്തിലുള്ള ആ ഒരു അമ്പലം ഇവർക്ക് സ്പോൺസർ ചെയ്യും, ഈ ഒരു ഷോ സ്പോൺസർ ചെയ്യാം എന്നുള്ളത് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ടിനി ടോം അതിവിടെ കൊണ്ടുവന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് സംഘടനയിൽ ഞാനുണ്ടായിരുന്നപ്പോൾ എനിക്ക് അത് ശരിയായിട്ട് തോന്നിയില്ല. കാരണം അമ്പലത്തിലുള്ള പണം എന്ന് പറഞ്ഞാൽ അമ്പലത്തിന് വേണ്ടി മാത്രം ചിലവാക്കേണ്ടതാണ്. ഒരിക്കലും ഇതാണെങ്കിൽ നമ്മുടെ താരസംഘടനയുടെ ഒരു ഫംഗ്ഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ അതുണ്ടെങ്കിൽ അവിടെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ടിനി ടോമിനൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നും തനിക്കെതിരെയൊക്കെ വ്യാജമായിട്ട് കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് തനിക്ക് വലിയൊരു നടനുമായിട്ട് അവിഹിത ബന്ധമുണ്ട് എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ താൻ ഈ ഒരു ടിനി ടോമിൻ്റെ ഡ്രൈവറിനെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങൾ തുടങ്ങി കുറേയധികം കാര്യങ്ങൾ തനിക്കെതിരെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും, ആ ഒരു സമയത്ത് താൻ ഇതിനെതിരെ പ്രതികരിക്കാൻ ശ്രമിച്ചെങ്കിലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി എന്നുള്ള രീതിയിലും ഈ ഒരു ടിനി ടോമിനെതിരെ ഈ ഒരു അൻസിബ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് താൻ രാജിവെച്ചത് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തനിക്കെതിരെ കുറേയധികം ആരോപണങ്ങൾ ഈ ഒരു ടിനി ടോം വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഈ ഒരു താരസംഘടനയുടെ പ്രസിഡൻ്റായിരിക്കുന്നത് ശ്വേതാ മേനോൻ ആണല്ലോ, അവരൊരു സ്ത്രീയല്ലേ, അവരുടെ അടുത്ത് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ച സമയത്ത് അൻസിബ പറഞ്ഞൊരു കാര്യം, ഞാൻ അവർക്കൊരു ഇമെയിലായിട്ട് ഈ കാര്യങ്ങളൊക്കെ അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരിതിനൊന്നും ആക്ഷനോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അവരും ഈ ഒരു ടിനി ടോമിൻ്റെയൊക്കെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് അൻസിബ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കരമായിട്ട് ചർച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ടിനി ടോമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെതിരെ മറുപടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് എന്നെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, എനിക്കെതിരെ തിരിഞ്ഞതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ലക്ഷ്മി പ്രിയ ഉണ്ടെങ്കിൽ അൻസിബയ്ക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഒരു ദിവസം ഈ ഒരു അൻസിബ ഉണ്ടെങ്കിൽ തനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മെസ്സേജ് ഭയങ്കരമായിട്ട് ത്രെട്ടൺ ചെയ്യുന്ന പോലത്തെ ഉള്ള മെസ്സേജും കാര്യങ്ങളാണ്. അത് ഭർത്താവ് കണ്ടതിന് ശേഷം ഈ ഒരു അൻസിബയ്ക്കെതിരെ പരാതി കൊടുക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞ് പോയി പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അൻസിബ പറഞ്ഞൊരു കാര്യം, ഇതേ കണക്ക് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നോർമലായിട്ട് ഒരു മെസ്സേജ് അയച്ചതാണ്. പക്ഷേ ഇവരുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് എന്തോ അവരുടെ ഹസ്ബൻഡ് ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു ലക്ഷ്മിപ്രിയ അടിക്കാനൊക്കെ ചെന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ട് ഹസ്ബൻഡ് കേസ് കൊടുക്കാൻ പോയി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കെതിരെ ഭയങ്കരമായിട്ട് ആരോപണമുള്ള തെളിവുകൾ കാണിക്കാനാണ് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൻസിബ പറഞ്ഞൊരു കാര്യം, ഈ ഒരു ലക്ഷ്മിപ്രിയയും ഭർത്താവും പോലീസ് സ്റ്റേഷനിൽ പോയി ഇത് പരാതി കൊടുക്കുകയും അവരുടെ പരാതിയെ തുടർന്ന് പോലീസ് എന്നെ വിളിച്ച് അവിടെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനൊരു മെസ്സേജ് അമ്മയുടെ കാര്യമായിട്ട് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് എന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരോട് കൂട്ടുചേർന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്ത് അവസാനം മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുപ്പിക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട്
ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ള രീതിയിൽ അൻസിബ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവം ഇങ്ങനെ കുത്തിപ്പൊങ്ങി വന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലെ ആ ഒരു ഉദ്യോഗസ്ഥനൊക്കെതിരെയും കുറേയധികം സംഭാഷണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആൾക്കാരൊക്കെ. സോ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു സമയത്താണ് കുറേയധികം താരസംഘടനയിലുള്ള ആൾക്കാർ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് വന്ന ഈ ടിനി ടോം ഞങ്ങൾക്കെതിരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അതിലൊരു വ്യക്തിയാണ് നീന കുറുപ്പ് എന്ന് പറഞ്ഞൊരു വ്യക്തി. നീന കുറുപ്പ് പറഞ്ഞൊരു കാര്യം, എന്നെ അടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ടിനി ടോം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞ സമയത്ത് ടിനി ടോം ഇതിന് മറുപടിയായിട്ട് പറഞ്ഞ് അവരെല്ലാവരും കൂടി ചേർന്ന് ആരൊക്കെയോ ഇതിന് പിന്നിലുണ്ട്, എന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോവുകയും വലിയ താരസംഘടനയിലുള്ള മേലോട്ടുള്ള വലിയ വലിയ താരങ്ങൾ വരെ ഇതിൽ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം ലേറ്റസ്റ്റായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഇതേ കണക്ക് എല്ലാ കമ്മിറ്റി എല്ലാവരും കൂടെ ഒത്തുചേർന്ന്. ആ സമയത്ത് ലാലേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ചർച്ചയിലുണ്ടെങ്കിൽ കുറേയധികം പേര് പിരിഞ്ഞു പോവുകയാണ് എന്നുള്ള രീതിയിൽ അവർ തീരുമാനമെടുക്കുകയും അതിൻ്റെ തലപ്പത്ത് താരസംഘടനയുടെ തലപ്പത്തിരിക്കുന്ന പ്രസിഡൻ്റായിട്ടുള്ള ശ്വേതാ മേനോൻ തന്നെ ഉണ്ടെങ്കിൽ താൻ ഇതിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ള രീതിയിൽ, രാജിവെക്കുന്നു എന്നുള്ള രീതിയിൽ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം പേര്, ലക്ഷ്മി പ്രിയ, ടിനി ടോം ഇവരെല്ലാം രാജിവെച്ചിട്ടുണ്ടായിരുന്നു. ശ്വേതാ മേനോൻ രാജിവെച്ചിട്ട് ഇറങ്ങി വന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ട സമയത്ത് പറയുന്നുണ്ടായിരുന്നു, എനിക്കെതിരെ കുറേയധികം പേര് കളിച്ചതാണ്, അവർക്കെല്ലാവർക്കും ഞാനുള്ള തെളിവ് പുറത്തു വിടുന്നതായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളൊരു കാര്യം കൂടി ടിനി ടോമും അതേപോലെ തന്നെ ശ്വേതാ മേനോനൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിന് ശേഷമാണ് ഇപ്പം കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഇപ്പോൾ പിഷാരടി MLA ഒക്കെ ആണല്ലോ, അവരെല്ലാവരും കൂടെ ചേർന്ന് ഇപ്പം ഒന്നുകൂടെ ഇലക്ഷൻ പോലെ നടത്തുന്നു, അതിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. സോ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂവിൽ അൻസിബ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കകത്ത് താൻ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകൾ ഓരോന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് താൻ ഈ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത ആ ഒരു സമയമൊക്കെ നല്ല രീതിയിൽ പോകുമായിരുന്നു. കുറേയധികം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലാതെ നടക്കുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് ഒന്നെന്ന് പറഞ്ഞാൽ അവിടെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്തുണ്ടെങ്കിൽ അവിടെ ഇപ്പോഴേ താരസംഘടനയിൽ കുറേയധികം ഓരോ പോസ്റ്റിലിരിക്കുന്ന കുറേയധികം അംഗങ്ങളുണ്ട്. അവരവിടെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഡാൻസ് കളിക്കും, പാട്ട് പാടും, ഇതെല്ലാം ചെയ്യും. പക്ഷേ ഇവിടെ തന്നെ ഉള്ള താരസംഘടനയിലുള്ള വലിയ സ്റ്റാർസൊന്നും അല്ലാത്ത, എന്നാൽ ഭയങ്കര അഭിനയത്തിൽ നല്ല മികവുള്ള ആൾക്കാരാണെങ്കിലും വലിയ രീതിയിൽ സ്റ്റാർസോ അല്ലെങ്കിൽ വലിയ വാല്യൂ ഒന്നും ഇല്ലാത്ത കുറേയധികം ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ അവർക്ക് ആ ഒരു സ്റ്റേജിൽ കയറി നിന്ന് പെർഫോം ചെയ്യാനുള്ള അവസരം പോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതിനെപ്പറ്റി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഇവർക്കും ഇതേ കണക്കൊരു സ്ഥാനം കൊടുക്കണം, അവർക്ക് പെർഫോം ചെയ്യാൻ അവസരം കൊടുക്കണം, നമുക്കെല്ലാവർക്കും കണ്ടു നിൽക്കാം, അവർക്കും ആഗ്രഹങ്ങളുണ്ട് ഇതേ കണക്ക് പെർഫോം ചെയ്യാനൊക്കെ. പക്ഷെ നമ്മളത് കൊടുക്കാതിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം വലുതാണ്. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് അതൊന്ന് സാധിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിൽ അൻസിബ പറഞ്ഞിട്ടുണ്ടെന്ന് അൻസിബ പറയുന്നു. പക്ഷേ ഇത് അവിടെ ഉള്ളവരൊന്നും കേട്ടിട്ടില്ല. ആദ്യമേ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇവരെ എല്ലാവരും ആ ഒരു പരിപാടിയിൽ ഉൾപ്പെടുത്തി. പിന്നെ അവസാനമായപ്പം ഇവരെ പേരെല്ലാം വെട്ടിച്ചുരുക്കി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയെന്നും എന്നുള്ളൊരു കാര്യം അൻസിബ പറയുന്നുണ്ട്. രണ്ടാമത്തെ മേലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ അംഗങ്ങൾക്ക് മരുന്നുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലുണ്ട്. അവിടുത്തെ ഓരോ സ്ഥലത്തുള്ള അംഗങ്ങൾക്ക് മരുന്നുകളൊക്കെ എത്തിച്ചു കൊടുക്കും. അതിനുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു താരസംഘടനയിലുള്ള ഒരു വ്യക്തി തന്നെ ഇതേ കണക്ക് ഈ ഒരു ഫീൽഡിലുള്ളവരുണ്ട്. ആ ഒരു വ്യക്തി തന്നെയാണ് ഇതിൻ്റെ എമൗണ്ടൊക്കെ കുറച്ച് കോട്ട് ചെയ്ത് വളരെ സപ്പോർട്ടീവായിട്ട് നല്ല ക്വാളിറ്റിയുള്ള മരുന്നുകളാണ് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഈ ഒരു അൻസിബയാണ് അതിൻ്റെ മെയിനായിട്ടുണ്ടായിരുന്നത്. അൻസിബ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാവർക്കും എത്തിയോന്നെല്ലാം വിളിച്ച് അന്വേഷിച്ചിട്ട് ആ ഒരു പൊസിഷനിലേക്ക് ഇരുന്ന സമയത്ത് എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. നമുക്ക് ക്വാളിറ്റിയുള്ള മരുന്നുകൾ ഇവർക്ക് എല്ലാവർക്കും എത്തിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ഇലക്ഷനും കാര്യങ്ങളും വരുന്നത്. ആ ഒരു സ്ഥാനമാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരുന്ന സമയത്തുണ്ടെങ്കിൽ ഈ പുതിയതായിട്ട് വന്ന ഈ ഒരു ആൾക്കാർ വന്നതിന് ശേഷം ആ ഒരു സ്ഥാനത്ത് നിന്ന് അതിൽ ഈ ഒരു മെഡിസിനും കാര്യങ്ങളൊക്കെ നൽകുന്ന അതിനൊരു ടീമിനൊരു പേരുണ്ട്. അപ്പം ആ ഒരു സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയിട്ട് വേറെ കുറേയധികം ആൾക്കാരെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊരു ഡോക്ടറും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് താൻ വിചാരിച്ചു, ഓക്കെ ഡോക്ടർ ഉണ്ടാവുന്നതൊക്കെ നല്ലതല്ലേ, നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, അപ്പോൾ അവരെല്ലാം നല്ല രീതിയിൽ ചെയ്തോളും എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് തന്നെ പുറത്താക്കിയ കാര്യമുണ്ടെങ്കിൽ ഇവരെ ഗ്രൂപ്പിൽ ഇത് പറയാമെന്ന് പറഞ്ഞ സമയത്ത് ഇതിലുണ്ട് പ്രസിഡൻ്റൊക്കെ എല്ലാവരും പറഞ്ഞു, അത് താൻ പറയേണ്ട, ഞങ്ങൾ പറഞ്ഞോളാം എന്നുള്ള രീതിയിൽ ഈ ഒരു അൻസിബ എടുത്ത് പറഞ്ഞു എന്നുള്ളത് അൻസിബ പറയുന്നുണ്ട്. അപ്പോൾ അൻസിബ
അൻസിബ പറയുന്നുണ്ട്, ഇപ്പം മരുന്നൊക്കെ ചില സമയത്ത് എത്തിയില്ലെങ്കിൽ അവർ എന്നെ വിളിക്കുന്നത്, ആ സമയത്ത് എനിക്കിതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കാതെ ഇതിനിപ്പോൾ ആരാണോ ഉള്ളത് അവരെ ഒന്ന് അറിയിക്കാമല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അൻസിബ എടുത്ത് പറഞ്ഞു, അൻസിബ ഇതിനൊന്നും ഇടപെടേണ്ട, ഒന്നും ആരെടുത്തും ഒന്നും പറയണ്ട, ഞങ്ങൾ പറഞ്ഞോളാം എന്നുള്ള രീതിയിലായിരുന്നു അൻസിബ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവർ ഈ കയറിയതിന് ശേഷം, ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നതിന് ശേഷം നല്ല രീതിയിൽ ആ ഒരു മെഡിസിനൊക്കെ എത്തിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പനിയുണ്ട്. ഈ ഒരു അംഗങ്ങളായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു കമ്പനിയിൽ നിന്നും ആ ഒരു ഡീല് മാറ്റിയിട്ട് വേറെ കുറേ അധികം മെഡിക്കൽ കമ്പനീസിന് ഇത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നല്ലായിരുന്നു, ആദ്യമേ താനുണ്ടായിരുന്ന സമയത്ത് ഒരാളായിരുന്നു എല്ലാം കൊടുത്തുകൊണ്ടിരുന്ന ക്വാളിറ്റി ആയിട്ടുണ്ടായിരുന്ന കാര്യം. പക്ഷേ ഇപ്പോൾ ഉണ്ടെങ്കിൽ പല ഇങ്ങനത്തുള്ള കമ്പനീസിൽ പല ഓരോ മരുന്നുകൾ ഓരോ ഇടത്തു നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആദ്യമേ നമ്മളതിന് ഒരു അവസരം കൊടുക്കണ്ടേ, ആരാണോ കുറഞ്ഞ എമൗണ്ടിൽ ഇത് റെഡിയാക്കി തരാൻ പറ്റുന്നത് അല്ലെങ്കിൽ മരുന്നുകൾ കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് കൊടുക്കാമെന്നുള്ള രീതി വിചാരിച്ച് കൊടുക്കാം. പക്ഷെ അതൊന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ട് ഇവരിൽ നിന്ന് മാറ്റിയിട്ട് നേരെ കൊടുക്കുമെന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. പിന്നെ ചിലവരൊക്കെ ഇപ്പോഴും ആ ഒരു സമയത്ത് മരുന്ന് കിട്ടുന്നതിനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. താനുണ്ടെങ്കിൽ ആ സമയത്ത് ഇതിൻ്റെ ആൾക്കാരെ വിളിച്ച് പറയുമായിരുന്നു, ഇത് കണക്ക് കറക്റ്റായിട്ട് എത്തിക്കാൻ ശ്രമിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതും കുറേയധികം പ്രശ്നങ്ങൾ ചോദ്യം ചെയ്തതിൻ്റെയൊക്കെ പേരിൽ തനിക്ക് അവിടെ ഒരു ക്യാബിനൊക്കെ ഉണ്ടായിരുന്നു തൻ്റെ ആ ഒരു പൊസിഷനിലുള്ള. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്യാബിൽ നിന്ന് തൻ്റെ പൊസിഷൻ എടുത്ത് മാറ്റിയിട്ട് വേറെ ആൾക്കാരെ അവിടെ ഇരുത്തിയും, പക്ഷെ താൻ അതൊന്നും ചോദ്യം ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിൽ താൻ ഇതേ കണക്ക് ചോദ്യം ചെയ്യലൊക്കെ തുടങ്ങിയ സമയത്ത് ഇവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം താൻ അവിടെ സഹിച്ച് ഒരുപാട് നാൾ നിന്ന് തീരെ പറ്റാതായപ്പോഴാണ് ഇത് കണക്ക് പ്രതികരിക്കാം എന്ന് വിചാരിച്ചത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് അൻസിബ പറയുന്നത്. അതുപോലെ തന്നെ അവിടെ എല്ലാത്തിനും ഫണ്ടും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്, ഫണ്ട് കൊടുക്കാനും എല്ലാത്തിനും റെഡിയാണ്. പക്ഷേ ചിലർ ഇത് ദുരുപയോഗം ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. ചില കാര്യങ്ങൾ വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ വിലയായിട്ട് ഇത്ര രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കൊടുത്ത പൈസ അത് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ടാലി ആവാതിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെ എതിർത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വായടപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു പരിധി കഴിഞ്ഞപ്പോഴാണ് ഇത് പ്രതികരിക്കാം എന്നുള്ള രീതിയിൽ താൻ മുമ്പോട്ട് വന്നതെന്ന് ഇപ്പോൾ പ്രതികരിച്ച സമയത്ത് ആദ്യമേ കുറേയധികം എതിർപ്പുകൾ വന്നിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ വലിയ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് മുമ്പോട്ട് പോകാം എന്നുള്ള രീതിയിൽ വന്നത്. പിന്നെ കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു, ഞാനുണ്ടെങ്കിൽ ഏതൊക്കെ പദവി ആഗ്രഹിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അങ്ങനെ എനിക്കൊരു ആഗ്രഹമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നും കൂടി ഈ ഒരു അൻസിബ പറയുന്നുണ്ടായിരുന്നു.